8ാം എഡിഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്തുകൊണ്ട് പനിനീർപ്പൂ എന്ന ചോദ്യമില്ല. അത് പുഷ്പിക്കുന്നത് കൊണ്ട് പുഷ്പിക്കുന്നു എന്ന് ആഞ്ചലോസ് സിലേസിയ എന്ന റൈറ്റർ എഴുതിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരാളാണ് എനിക്ക് ജെ ദേവിക. കൂടുതൽ ഭംഗിയോടെ മറ്റൊരു വിധത്തിൽ ജീവിക്കണമെന്നും മറ്റൊരു ചോയ്സ് ജീവിതത്തിൽ സാധ്യമാണ് എന്നും നമ്മൾ വെറുതെ അങ്ങ് പൂക്കുകയല്ല, നമുക്കിഷ്ടമുള്ള പൂക്കാലം നാം ഉണ്ടാക്കുകയാണ് എന്ന് നമ്മെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തര പ്രതിപക്ഷമെന്ന് വിളിക്കാവുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. നിരന്തര പ്രതിപക്ഷം എന്ന പേരിൽ തന്നെ അവരുടെ പുസ്തകമുണ്ട്. കുലസ്ത്രീയും ചന്തപ്പെണ്ണും ഉണ്ടാകുന്നത് എങ്ങനെ എന്ന പുസ്തകം മലയാളത്തിൽ ഉണ്ടാക്കിയ മാറ്റം നമുക്കറിയാവുന്നതാണ്. അവരുടെ ഏറ്റവും പുതിയ പുസ്തകമാണ് സത്യവാദിനിയും സ്വാതന്ത്ര്യവാദിനിയും എന്ന 412ഓളം പേജുള്ള പുസ്തകമാണ്. 2018 മുതൽ 2024 വരെ എഴുതിയ ഗവേഷണ പ്രബന്ധങ്ങളുടെ സമാഹാരമാണ് ഈ കൃതി. ഈ കൃതി 6ഓളം ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫെമിനിസം, സമൂഹം, വികസനം, രാഷ്ട്രീയം, ചരിത്രം, സംസ്കാരം, സംവാദം എന്നിങ്ങനെ പല മേഖലകളായി എഴുതിയ ലേഖനങ്ങളാണ്. വൈവിധ്യങ്ങളുടെ ഒരു വലിയ സമാഹാരമാണ്. ഒരേ സമയം ഫെമിനിസത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പാറഖനനത്തെക്കുറിച്ചും തീരദേശങ്ങളിലെ സ്ത്രീകളുടെ തൊഴിലിടങ്ങളെക്കുറിച്ചും ബാല്യ കൗമാരത്തെക്കുറിച്ചും ഒക്കെ അങ്ങനെ വൈവിധ്യങ്ങളുടെ ഒരു വലിയ നോട്ടം കൊണ്ട് സമ്പന്നമായ ഒരു കൃതിയാണ്. ഈ കൃതിയുടെ ആമുഖത്തിൽ ദേവിക സൂചിപ്പിക്കുന്നുണ്ട്, 2018-24 കാലം എന്ന് പറയുന്നത് സാംസ്കാരിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും സാഹിത്യ മണ്ഡലങ്ങളിലുമൊക്കെ വളരെ വ്യത്യസ്തമായ ചില പുതിയ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ അങ്ങേയറ്റം സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും കൂടെ കാണുക എന്നുള്ളതിനെക്കുറിച്ച് സൂചിപ്പിച്ച് ആ ആമുഖം അവസാനിപ്പിക്കുമ്പോൾ തന്നെ ഇതൊരു സമരോത്സുകവും സംവാദാത്മകവുമായ തുടക്കമെന്ന നിലയിലാണ് ആമുഖം പോലും എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാകും. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇത് പൊതുവെ സ്ത്രീകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ലളിത കോമള പദാവലിയല്ല, ലിബറൽ ഫെമിനിസ്റ്റുകളുടെ പദം പറച്ചിലുകളില്ല, ഒരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ സംസാരമില്ല. അത് ശുഭാപ്തി വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, നാം അഭിമുഖീകരിക്കുന്ന സങ്കീർണമായ ജീവിതാവസ്ഥകൾ, പ്രയാസങ്ങൾ, അതിനെ ഏറ്റവും സൂക്ഷ്മമായി മനസ്സിലാക്കിയാൽ, തീർച്ചയായും അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളുടെ ശുഭാപ്തി വിശ്വാസം വിഡ്ഢിയുടെ വിനോദവും സ്വാർത്ഥയുടെ സമാശ്വാസവും മാത്രമായിരിക്കും എന്ന് അവരാമുഖത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായും ഈ പുസ്തകത്തിൻ്റെ എൻ്റെ മുന്നിൽ ചർച്ചയ്ക്കുള്ള സത്യവാദിനിയും സ്വാതന്ത്ര്യവാദിനിയും എന്ന ആ പുസ്തകത്തിൻ്റെ ലേഖനം, ആദ്യ ലേഖനം തന്നെ അതാണ്. എന്താണ് സത്യവാദിനി, എന്താണ് സ്വാതന്ത്ര്യവാദിനി എന്ന ആ ശീർഷകം നൽകുന്ന, അല്ലെങ്കിൽ ഒരു പുതിയ പെണ്ണിടത്തിൻ്റെ പുതിയ രാഷ്ട്രീയ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് ഈ ശീർഷക ഉൾവഹിക്കുന്നത് എന്ന് സംസാരിച്ചുകൊണ്ട് ഈ സെഷൻ ആരംഭിക്കാം എന്ന് തോന്നുന്നു. അതിനായി ജെ ദേവികയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ജോബീഷ്, നന്ദിയുണ്ട്. ഈ പറയുന്ന പോലെ ഒരുപക്ഷെ കേരളത്തിൽ പൊതുവിടങ്ങൾ ചുരുങ്ങി വരുന്ന ഒരു കാലമാണ്. ഭരണകൂടത്തിൻ്റെ സ്വഭാവം തീവ്രമായ രീതിയിൽ മാറുന്ന കാലമാണ്. അത് ആ മാറ്റം ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട് കാണേണ്ടതല്ല. ഏത് രാഷ്ട്രീയ കക്ഷി വന്നാലും ശരി, ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയല്ല. ഭരണ സംവിധാനം ആകെ മൊത്തം നമ്മൾ പറയുന്ന പേരാണ് ഭരണകൂടം എന്നുള്ളത്, കൂടം എന്നുള്ളത് തന്നെ.
അപ്പോൾ ഈ ഭരണകൂടം ഏകദേശം 2000-ന് ശേഷം ഇന്ത്യയിൽ കാര്യമായി മാറിയിട്ടുണ്ട്, കേരളത്തിലും മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിലെ ഭരണകൂടം മാറുന്നു, കേരളത്തിലെ സിവിൽ സമൂഹം കാര്യമായ ക്ഷതങ്ങൾ ഏൽക്കുന്നു. കേരള മാതൃക എന്ന് നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു തരം ഭരണകൂടവും സിവിൽ സമൂഹവും പരിപൂർണമായിട്ട് മാറിയ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നിന്ന് സ്ത്രീവാദത്തെക്കുറിച്ച്, ലിംഗാധികാര വിരുദ്ധ രാഷ്ട്രീയത്തെ നമ്മൾ സിദ്ധാന്തവൽക്കരിക്കാൻ നടത്തിയ ഒരു ശ്രമമാണ് ഈ പുസ്തകം. ഇതിൻ്റെ ഒരുപാട് ലേഖനങ്ങൾ, സത്യവാദിനിയും സ്വാതന്ത്ര്യവാദിനിയും എന്നുള്ള പേരുള്ള ലേഖനം അടക്കം. കാരണം നമ്മളെപ്പോഴും ഫെമിനിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ തിയറിസ്റ്റിനെ ഇവിടെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു അമേരിക്കൻ തിയറിസ്റ്റ് ഉണ്ടാവും. അവരൊക്കെ ഇതൊന്നും ഉപകാരപ്രദമല്ല എന്നല്ല പറയുന്നത്. പക്ഷേ നാം ജീവിക്കുന്ന സമൂഹത്തിലെ ലിംഗബന്ധങ്ങളുടെയും അധികാര വ്യവസ്ഥയുടെയും വെളിച്ചത്തിൽ ഫെമിനിസ്റ്റ് സിദ്ധാന്തവൽക്കരണം നടത്താൻ നമ്മൾ അധികം ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അതാണ്. ഈ സത്യവാദിനി സ്വാതന്ത്ര്യവാദിനി എന്നീ 2 പ്രയോഗങ്ങൾ അവിടെ വരുന്ന പശ്ചാത്തലവും അതാണ്. അതായത് ഈ വളരെ എന്താ പറയുക, 20-ാം നൂറ്റാണ്ടിലെ ജനക്ഷേമോന്മുഖമായിരുന്ന ഒരു ഭരണകൂടത്തിൽ നിന്ന് വ്യത്യസ്തമായി ശരിക്കും ഇരപിടിയൻ മുതലാളിത്തത്തിനോടൊപ്പം നിൽക്കുകയും ഒരുതരം ടെക്നോക്രാറ്റിക് ആയിട്ടുള്ള ഉപദേശം ജനാധിപത്യത്തിന് തള്ളി മാറ്റുകയും അതുപോലെ വികസന ന്യൂനപക്ഷങ്ങളെയും സാംസ്കാരിക ന്യൂനപക്ഷങ്ങളെയും, വികസന ന്യൂനപക്ഷം എന്ന് ഞാൻ പറയുന്നത് ആദിവാസികളെ പോലെയുള്ള വിഭാഗങ്ങളെക്കുറിച്ചാണ്, സാംസ്കാരിക ന്യൂനപക്ഷങ്ങളെയും വല്ലാതെ ആക്രമിച്ചില്ലെങ്കിലും അവരെ അരക്ഷിതരാക്കി തീർക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് തരം ഫെമിനിസത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു ഈ സത്യവാദിനി എന്ന പദം. ഞാൻ ഈ സത്യം എന്നുള്ള വാക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ഫിലോസഫിക്കൽ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത്. അത് സാമൂഹ്യശാസ്ത്രത്തിലെ പോലെ അല്ല. അതായത് അത് ഒബ്ജക്റ്റിവിറ്റി അല്ല, അത് നിഷ്പക്ഷതയല്ല. ഞാൻ കുറേ കൂടി ഒരു ഗാന്ധിയൻ അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം. ആ അർത്ഥത്തിലാണ് ഈ സത്യം എന്നുള്ള വാക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, സത്യോന്മുഖത എന്നുള്ളത്. അതായത് അധികാരത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് തങ്ങൾ സഹിക്കുന്ന ക്ഷതസാധ്യതയെപ്പറ്റി, തങ്ങളുടെ വൾണറബിലിറ്റിയെപ്പറ്റി, തങ്ങൾ സഹിച്ച ക്ഷതങ്ങളെപ്പറ്റി അല്പം പോലും കൂട്ടാതെയോ കുറയ്ക്കാതെയോ പറയാനുള്ള ശേഷിയാണ് സത്യോന്മുഖത എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് തങ്ങൾക്കേറ്റ ക്ഷതത്തെ കൂട്ടിപ്പറയുമ്പോൾ പലപ്പോഴും പ്രതികാര ബുദ്ധി വരുമ്പോഴാണ് നമ്മൾ ഏറ്റി പറയുന്നത്. ഭയം, അധികാരികളെ ഭയക്കുമ്പോഴാണ് നമ്മൾ അതിനെ കുറച്ച് പറയുന്നത്. ഇത് രണ്ടുമല്ലാത്ത രീതിയിൽ തങ്ങൾ ഏറ്റ ക്ഷതത്തെ അല്പം പോലും വെള്ളം ചേർക്കാതെ ഭയക്കാതെ ഭരണകൂടത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ഭരണകൂടത്തിനോട് ഒരു ചോദ്യചിഹ്നമായിട്ട് ഭരണകൂടത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന അതിനുള്ള ശേഷിയുള്ള ഒരു പിതൃമേധാവിത്വ വിരുദ്ധ പോരാളിയാണ് സത്യവാദിനി എന്ന് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഈ സത്യവാദിനി കേരളത്തിൽ ഇപ്പോൾ പൊട്ടിമുളച്ചതൊന്നുമല്ല. സത്യവാദിനിക്ക് ശരിക്കും ഒരു പാരമ്പര്യമുണ്ട് ഇവിടെ. ഒരു പ്രത്യേക തരം എന്താ പറയുക, റെസിസ്റ്റൻസിൻ്റെ പാരമ്പര്യം 19-ാം നൂറ്റാണ്ട് മുതലുണ്ട്. അതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിന് ഞാൻ സ്ത്രീവാശി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ സ്ത്രീവാശി എന്നുള്ള വാക്ക് വരുന്നത് 19-ാം നൂറ്റാണ്ടിലെ ചാന്നാർ ലഹളയിൽ നിന്നാണ്. അപ്പോൾ ചാന്നാർ ലഹള നടക്കുന്ന സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചാന്നാർ ലഹള എന്തായിരുന്നു? മേൽവസ്ത്രം, ഒരു മേൽമുണ്ട് സമരം എന്നായിരുന്നു അതിന് പണ്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ മേൽമുണ്ട് സമരം നടക്കുന്ന സമയത്ത് മിഷണറിമാർ തിരുവിതാംകൂർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി. അതായത് മിഷണറിമാർക്ക് മേൽമുണ്ടല്ല ആവശ്യം, അവർക്ക് റൗക്ക ഇടണം എന്നുള്ളതാണ്. സ്ത്രീകൾ മറച്ച് വിക്ടോറിയൻ സദാചാരത്തിൻ്റെ വാഹകരായി മാറണം എന്നുള്ളതാണ്. അപ്പോൾ അതുപ്രകാരം മറയ്ക്കാൻ ബ്ലൗസ് ഇടണം എന്ന് ആവശ്യപ്പെടുകയും സർക്കാർ വളരെ സന്തോഷപൂർവ്വം അത് സമ്മതിക്കുകയും ചെയ്തു. കാരണം അത് ജാതിയെ വെല്ലുവിളിക്കുന്നില്ല. ഈ മേൽമുണ്ട് ഇട്ടാൽ മാത്രമേ ജാതിക്ക് അതൊരു വെല്ലുവിളിയാവുകയുള്ളൂ. പക്ഷേ ഈ തീർപ്പും കൊണ്ട് തിരിച്ച് തെക്കൻ തിരുവിതാംകൂറിൽ ചെല്ലുമ്പോൾ സ്ത്രീകൾ അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവർ ബ്ലൗസ് ഇടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മേലെ അവർ മേൽമുണ്ടും ഇടും.
അങ്ങനെ ബ്ലൗസും മേൽമുണ്ടും അണിഞ്ഞ് ചന്തയിൽ പോയ സ്ത്രീകളെയാണ് മേൽജാതിക്കാർ ആക്രമിക്കുന്നത്. അപ്പോൾ ഈ ആക്രമിക്കുന്ന സ്ത്രീകൾ അത് കൊണ്ട് നേരെ വീട്ടിൽ വന്ന് അടുത്ത മേൽമുണ്ടും ഇട്ട് പിന്നെയും പോകും. അപ്പോൾ ഇത് വീണ്ടും തുടർച്ചയായ ആക്രമണങ്ങൾക്ക് കാരണമാവുകയും അവസാനം ഗതികെട്ട് അവിടുത്തെ ഒരു മിഷണറി, ഒരു LMS മിഷണറിയുടെ ഒരു കത്തിൽ സ്ത്രീവാശിയാണ് എല്ലാത്തിൻ്റെയും നാശഹേതു. കാരണം ഈ പ്രശ്നം തീരേണ്ടതാണ്, ഈ ബ്ലൗസ് ഇട്ടിട്ട് തീരേണ്ട പ്രശ്നം അത് തീർക്കാതെ അവർക്ക് വിക്ടോറിയൻ അർത്ഥത്തിലുള്ള മാന്യത പോരാ, അവർക്ക് ജാതിയിലും മാന്യത വേണമെന്ന് നിരന്തരം ചോദിക്കുന്ന പെണ്ണുങ്ങളാണ്. ഈ എല്ലാ ശല്യത്തിൻ്റെയും ഈ സ്ത്രീവാശിയാണ്. ഈ സ്ത്രീവാശി എന്ന പാരമ്പര്യത്തിലാണ് സത്യത്തിൽ കേരളത്തിലെ ഫെമിനിസം ഊന്നി നിൽക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഈ സ്ത്രീവാശിക്കാരി ഒരു സത്യവാദിനിയാണ്. കാരണം ആ ചാന്നാർ സ്ത്രീകളുടെ ഇടയിലുള്ള ആ വിപ്ലവക, അവരുടെ പേര് പോലും നമുക്ക് അറിയില്ല എന്ന് ആലോചിക്കണം. ആ സ്ത്രീകൾ പറയുന്നത് ഇവിടുത്തെ ഈ ഒപ്രഷൻ ഈ വസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്തതിൻ്റെ മാത്രമല്ല, ജാതിയുടെയും കൂടെയാണ്. മാന്യത ഇല്ലായ്മ മാത്രമല്ല പ്രശ്നം, ജാതി മാന്യത ഇല്ലാത്തതും കൂടിയാണ് പ്രശ്നം എന്ന് വീണ്ടും 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 അത് കിട്ടുന്നത് വരെ നിരന്തരം പലതരം വയലൻസിനെ സഹിച്ച് ഇത് ശരിക്കും പറയാൻ ഒരുപാടുണ്ട്. പറഞ്ഞാൽ ഇത് ശരിക്കും ഇതിൻ്റെ വേറെ എങ്ങോട്ട് പോകുന്നു എന്ന് വെച്ചാൽ മിത്തോളജിയിൽ മാത്രമേ നമുക്ക് ഉള്ളൂ. അടുത്ത ഒരു ഈ സ്ത്രീവാശി എന്ന ലേഖനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് സഹോദരിമാരെ, നാം എല്ലാം സ്ത്രീവാശിക്കാരികളാവുക, നീണ്ട പോരാട്ടത്തിന് തയ്യാറാവുക. ശബരിമലയ്ക്ക് പോകുമെന്ന് പരസ്യമായി പറയുന്ന ഓരോ സ്ത്രീയും അവരറിയാതെ തന്നെ സ്ത്രീവാശിക്കാരിയാണ്. ഇത് പക്ഷേ നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ സാമൂഹ്യ ജനാധിപത്യത്തിന് ആദി പിതാവല്ല ആദി മാതാവാണുള്ളത് എന്ന തിരിച്ചറിവ് നമ്മെ ശക്തരാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം അവസാനിക്കുന്നത്. ആ ആദി മാതാവ് നങ്ങേലിയാണ്. നങ്ങേലി എന്ന മിത്തിൽ നമുക്കറിയാവുന്ന അതൊരു സ്ത്രീവാശിക്കാരിയായിരുന്നു. പക്ഷെ അത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. പക്ഷേ ഒരു ചരിത്രമില്ലാത്തവർക്ക് മിത്തോളജിയാണ് ഉണ്ടാവുക പലപ്പോഴും. ആ മിത്തോളജിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു പാരമ്പര്യം ഈ സത്യവാദിനിക്കുണ്ട് എന്നാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇതിനകത്തെ മറ്റൊരു ഫെമിനിസ്റ്റുകളോടുള്ള വിമർശനം എന്ന നിലയിലും ചില ലേഖനങ്ങൾ ഉണ്ട്. അതിനകത്തൊന്ന്, ഇപ്പോൾ ലോക ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കിടയിൽ സുപരിചിതമായ ഒരു പദമാണ് ദണ്ഡനീതി ഫെമിനിസം, കാർസറൽ ഫെമിനിസം എന്ന് പറയുന്നത്. അതായത് ഭരണകൂടത്തെ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ കോടതി, ശിക്ഷ, പോലീസ് എന്നീ സംവിധാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഹിംസകളെ മുഴുവൻ പരിഹരിക്കാം എന്ന് കരുതുന്ന ആലോചനകൾ. ആ ആലോചനയോട് ചേർന്ന് നിന്ന് യഥാർത്ഥത്തിൽ ഇങ്ങേ അറ്റത്ത് നമുക്ക് കേരളത്തിലെ, അതായത് ആ ലേഖനം അവസാനിക്കുന്നത് പോലും എൻ്റെ ഓർമ്മയിൽ, ഇവിടെ ഫെമിനിസ്റ്റുകൾ ഉയർത്തുന്ന പുതിയ പോരാട്ടങ്ങളിൽ പലപ്പോഴും സോഷ്യൽ മീഡിയക്കകത്ത് ദൃശ്യതയുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന സാമൂഹികമായ നീതിയാണ് എന്നും അതല്ല യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങേയറ്റത്ത് നമുക്ക് ഹണി റോസ് എന്ന ഒരാളെ എടുത്താൽ പോലും അത് കുറച്ചുകൂടി സൂക്ഷ്മമായി വിശദീകരിക്കാൻ പാകത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നു. അത് ഈ കാർസറൽ ഫെമിനിസം എന്ന് വിളിക്കപ്പെടുന്ന ഫെമിനിസത്തിൻ്റെ പരിഭാഷയായിട്ട് ഞാൻ അവതരിപ്പിച്ച പദമാണ് ദണ്ഡനീതി ഫെമിനിസം എന്ന്. ദണ്ഡനീതി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് മനഃപൂർവ്വമാണ്. കാരണം ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഭരണകൂടം ജാതീയമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഹിംസാപരമായിട്ടുള്ള അംഗങ്ങൾ അതിനെ ഒന്നും നയിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അല്ല, നേരെ മറിച്ച് ഇന്ത്യൻ ദണ്ഡനീതി തന്നെയാണ്. ഇതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഇഷ്ടംപോലെ തെളിവ് ഇന്നും ഇന്നലെയും എപ്പോൾ വേണമെങ്കിലും ഓരോ ദിവസത്തേക്കും തെളിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാർസറൽ ഫെമിനിസത്തിനെ ദണ്ഡനീതി എന്ന് മലയാളത്തിൽ ദണ്ഡനീതി ഫെമിനിസം എന്ന് പരിഭാഷ. അതിലെനിക്ക് ഒരു മടിയുമില്ല അങ്ങനെ ചെയ്തതിൽ. പക്ഷേ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ സഹായമില്ലാതെ സ്ത്രീപക്ഷ പോരാട്ടങ്ങൾ വിജയം കാണുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണകൂടത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഇന്ത്യൻ ഫെമിനിസം നിരന്തരം ചെയ്തിട്ടുള്ളതും അതാണ്. ഇപ്പം റേപ്പിനെ സംബന്ധിച്ചിട്ടുള്ള വലിയ ഒരു ഇടപെടലിലൂടെയാണ് ഇന്ത്യൻ ഫെമിനിസം 1970കളുടെ അവസാനം രംഗപ്രവേശം ചെയ്യുന്നത് തന്നെ.
പക്ഷേ ഈ ദണ്ഡനീതി ദണ്ഡനീതി ഭരണകൂടമാണ് ഇത് എന്ന പരിപൂർണ അറിവോടുകൂടി മാത്രമേ ഇന്ത്യൻ ഫെമിനിസ്റ്റുകൾ ഭരണകൂടത്തെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതിപ്പോൾ നിങ്ങൾ നോർത്ത് ഇന്ത്യ ഈ മെട്രോപൊളിറ്റൻ ഫെമിനിസം നമ്മൾ പറയുന്നത് ഒക്കെ തന്നെ ഒരു വശത്തു കൂടി ഈ ഭരണകൂടത്തെ നന്നാക്കാൻ നോക്കും, ഭരണകൂടത്തിൽ നിന്ന് എന്ത് സ്ത്രീകൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് നോക്കും. അതേസമയം ഈ ഭരണകൂടം ഒരു എന്താ പറയുക ബൃഹത് പിതൃമേധാവിത്വമാണ്, ജാതീയ പിതൃമേധാവിത്വമാണെന്നുള്ള പരിപൂർണ ബോധത്തോടു കൂടി മാത്രമാണ് അവരുമായിട്ട് ഇടപെട്ടിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ വരുമ്പോഴെന്താ പറ്റിയിരിക്കുന്നതെന്ന് വെച്ചാൽ പല ചരിത്രപരമായ പല കാരണങ്ങൾ കൊണ്ട് കേരളത്തിലെ ഫെമിനിസം ഭരണകൂടത്തെ വിമർശനപരമായി കാണാൻ തീരെ തയ്യാറല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിനെ ഉപയോഗിക്കുന്നതിൽ യാതൊരുവിധ വിവേചന ബുദ്ധിയും സ്ട്രാറ്റജിയും ഒന്നുമില്ലാതെ ഭരണകൂടം നമ്മളെ രക്ഷിക്കും എന്ന് പറയുന്ന ഒരു രീതി, ഞാനും ഭരണകൂടം ഉണ്ടെങ്കിൽ ഇവിടുത്തെ പിതൃമേധാവിത്വം മുഴുവൻ നമുക്ക് വൈപ്പ് ഔട്ടാക്കാം എന്ന് ഒരു ഇത്രയും ക്രൂഡായിട്ടല്ലെങ്കിലും ഒരു ഫെമിനിസ്റ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ NGOയ്ക്ക് ധാരാളം പൈസ തരും, നാളെ മുതൽ ഗവൺമെൻറ്റിൻ്റെ പൈസയും എൻ്റെ NGOയും കൂടെ ചേർന്നാൽ കേരളത്തിലെ എല്ലാ സ്ത്രീപക്ഷ പ്രശ്നങ്ങളും ഞങ്ങൾ അവസാനിപ്പിച്ച് തരാം എന്നൊരു പൊതുവേദിയിൽ കേരളത്തിലെ ഒരു പ്രമുഖ ഫെമിനിസ്റ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അവരുടെ ഇടയിലുള്ളൊരു കോമൺ സെൻസാണ്. ഇത് സ്വാതന്ത്ര്യവാദിനിയുടെ കോമൺ സെൻസാണ്. അതായത് അല്പസ്വല്പമൊക്കെ ഇച്ചിരി കൂട്ടിയാലും വേണ്ടിയില്ല, അല്ലെ കുറച്ചാലും വേണ്ടിയില്ല, ഭരണകൂടത്തിനെ നമ്മുടെ കൂടെ നിർത്തുകയാണെങ്കിൽ അത് മതി, സ്വാതന്ത്ര്യം കിട്ടിയാൽ പോരെ. നമ്മൾ ഈ വരേണ്യതയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ അവസാനിപ്പിച്ചത്. ഒരു വലിയ ജനത ഒരു നീതിയുടെ പക്ഷത്തുനിന്ന് പുറത്തായി പോകുന്നതിനെക്കുറിച്ച് അല്ല, വരേണ്യതയുടെ വളരെ കറക്റ്റായ ഒരു കാര്യമാണ് ജോബിഷ് അത് എടുത്ത് പറഞ്ഞത് നന്നായി. കാരണം ഇപ്പം നിങ്ങൾ നോക്കുക, കേരളത്തിൽ ഇന്ത്യയിൽ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ ആർക്കെതിരെയാണ് പ്രയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ദലിത് പുരുഷന്മാർക്കെതിരെ, ആദിവാസി പുരുഷന്മാർക്കെതിരെയാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം പോക്സോ കേസ് ചാർത്തിയിരിക്കുന്നത് ആദിവാസികൾക്കെതിരെയാണ്. ആദിവാസികളുടെ ഇടയിൽ കുട്ടികളെ വളർത്തുന്ന സമ്പ്രദായം വളരെ വ്യത്യാസമാണ്. അവിടുത്തെ പെൺകുട്ടികളെ 10-15 വയസ്സാകുമ്പോഴൊക്കെ തന്നെ അവർ കൊച്ചു കുട്ടികളൊന്നുമല്ല. എന്തായാലും അവർ ആദിവാസി പുരുഷന്മാർ 19-20 വയസ്സുള്ള ആൺകുട്ടികളെ പിടിച്ച് ജയിലിലിടാനും അവരെ ദ്രോഹിക്കാനും വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു ടൂളാണ് പോക്സോ. എന്നാൽ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യധാരയിലെ പുരുഷന്മാരെ അങ്ങനെ കാര്യമായിട്ടൊന്നും അത് ബാധിക്കുന്നില്ല, വളരെ അപൂർവമായിട്ട് മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് ഊരിപ്പോരാനുള്ള മിടുക്കൊക്കെ അവരിൽ നല്ലൊരു ശതമാനം പേർക്കുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരെ ലൈംഗികമായി പീഡിപ്പിക്കുന്നുണ്ട്, സ്ത്രീകളെ മാത്രമല്ല. കേരളത്തിലെ ഒരു ദലിത് പ്രസ്ഥാനത്തിലെ പുരുഷന്മാരെ അവർ നേരിട്ട പീഡനത്തെപ്പറ്റി കോഴിക്കോട് നഗരത്തിൽ തന്നെ അവർ നടത്തിയ ഒരു സംഭാഷണമുണ്ട്. അതിൽ അവർ എണ്ണി പറയുന്നുണ്ട് പോലീസ് എങ്ങനെയാണ് സ്ട്രിപ്പ് ചെയ്ത് അവരുടെ ലൈംഗിക അവയവങ്ങളിൽ മുളക് പൊടി നനച്ച് അമർത്തി വെച്ചതെന്നും. ഇതൊക്കെ ലൈംഗിക പീഡനമാണ്. ഒരു ദലിത് സ്ത്രീയെ, ദലിത് സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ലിബറൽ ഫെമിനിസ്റ്റ് ദലിതുകളുടെ കാര്യമല്ല, മിഡിൽ ക്ലാസ് ദലിതുകളുടെ കാര്യമല്ല പറയുന്നത്. ശരിക്കും തിരുവനന്തപുരത്തെ ഒരു കോളനിയെ, അവിടെ തൊടുവ കോളനിയിൽ നടന്ന ഒരു ആക്രമണം, വർക്കലയിൽ ഗർഭിണിയായ ഒരു ദലിത് സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം നിർത്തി അവരുടെ ഭർത്താവിനെ വരുത്താൻ വേണ്ടി. അത് നടക്കാതെ കണ്ടിട്ട് വയറ്റിന് തൊഴിച്ച് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയ സംഭവം. ഇതൊക്കെ അമേരിക്കയിലെ ഇപ്പം ആംഗല ഡേവിസൊക്കെ അമേരിക്കൻ ഭരണകൂടത്തെ കാർസറൽ ഭരണകൂടം എന്നാണ് വിളിക്കുന്നത്. അതൊക്കെ ഇവിടെയും നടക്കുന്നുണ്ട്. ഏറ്റവും ഈ പറഞ്ഞ പോലെ ഏറ്റവും യാതൊരു അധികാരമോ അല്ലെങ്കിൽ പണമോ സ്വാധീനമോ ഒന്നും ഇല്ലാത്ത ജനങ്ങളുടെ ഇടയിൽ ഫെമിനിസം എന്തിനാണ്? ഫെമിനിസം എന്നോട് ചോദിച്ചാൽ, ഫെമിനിസം പല അഭിപ്രായങ്ങൾ കാണും പലർക്കും. എന്നോട് ചോദിച്ചാൽ അത് സമ്പത്തും സാമൂഹ്യ മൂലധനവും ഒക്കെയുള്ള കുറേ മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയല്ല. കേരളീയ സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ളവർക്ക് സ്വയം പോരാടാൻ ശേഷിയുണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുണ്ട്. അവർക്ക് അത്യാവശ്യം സപ്പോർട്ടൊക്കെ കിട്ടിയാൽ മതി. ഇപ്പോൾ ഹണി റോസിൻ്റെ കാര്യം പറഞ്ഞത് അതുപോലെയാണ്. ഹണി റോസിൻ്റെ കേസ് മര്യാദയ്ക്ക് അന്വേഷിച്ചില്ലെങ്കിൽ അവരുടെ ആരാധകർ തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ പോയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്തു എന്നിരിക്കും. കേരളത്തിലെ എല്ലാ ഫെമിനിസ്റ്റുകളും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും, അവർക്ക് വേണ്ടി ഫേസ്ബുക്കിൽ എഴുതും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഈ പോലീസ് സ്റ്റേഷനിൽ ചവിട്ട് കൊണ്ട ഗർഭിണിക്ക് വേണ്ടി എത്ര പേര് എഴുതി നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഫീൽഡ് വർക്ക് ചെയ്യുന്നതാണ്. ഫീൽഡ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ
ഫെമിനിസ്റ്റ് ലേഡീസ് ക്ലബ്ബിൽ പോയിരിക്കലല്ല അത് ഇറങ്ങിപ്പോയിട്ട് നിങ്ങൾ മത്സ്യത്തൊഴിലാളികളോടും വീട്ടുജോലി ചെയ്യാനായിട്ട് വീട് തോറും കയറി ഇറങ്ങുന്ന സ്ത്രീകളോടും കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന പെൺകുട്ടികളോടൊക്കെ സംസാരിക്കേണ്ടി വരുന്നുണ്ട് ഒരു ഡെയിലി ബേസിസിൽ. അങ്ങനെ ചെയ്യുന്ന എനിക്ക് അത് ആ യാഥാർത്ഥ്യം കാണാതെ ഇവിടെ ഈ ലൈംഗിക പീഡനം എന്ന് പറയുന്നത് ഇവിടുത്തെ മിഡിൽ ക്ലാസ് സ്ത്രീകൾ പ്രധാനമായിട്ടും അനുഭവിക്കുന്ന എന്തോ ഒരു പ്രശ്നമാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. ആ എക്സ്പ്രഷൻ എൻ്റെ എഴുത്തിലും കാണും. അതുപോലെ ഒരു ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയിൽ നിന്ന് ഒരു നവഭൃത്യയിലേക്ക്, ഈ നവഭൃത്യ എന്നുള്ള ഒരു വാക്ക് ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. ആ നവഭൃത്യ ഒരു കുലീനയായി തീരാം എന്ന് വിചാരിക്കുന്നതിന് വളരെ ക്രിട്ടിക്കൽ മൈൻഡോടുകൂടിയുള്ള സമീപനം ദേവികയുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. ആ ഒരു കാര്യം കൂടി വിശദീകരിച്ച് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. ഇതൊക്കെ ഞാൻ ഈ പുസ്തകത്തിലെ ഏകദേശം പകുതിയോളം ലേഖനങ്ങൾ സത്യത്തിൽ 21-ാം നൂറ്റാണ്ടിലെ പിതൃമേധാവിത്വത്തിന് നമ്മുടെ മലയാളി സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന സവിശേഷ പിതൃമേധാവിത്വ അവസ്ഥയെ വർണ്ണിക്കാൻ നമുക്ക് പുതിയൊരു പദാവലി ആവശ്യമാണ്. 20-ാം നൂറ്റാണ്ടിലെ പദാവലി പോരാ. അപ്പോൾ ഈ നവഭൃത്യ എന്നുള്ള ആ പദം വാസ്തവത്തിൽ അങ്ങനെ ഒരു ശൃംഖലയുണ്ട്. ആ നിരവധി പദങ്ങളുടെ ഒരു ശൃംഖലയുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ ഫെമിനിസ്റ്റ് സ്ത്രീവാശിയും സത്യവാദിനിയും ആയിരിക്കണം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നത് 20-ാം നൂറ്റാണ്ടിലെ സാമൂഹിക മാറ്റം. അപ്പോൾ ഉദാഹരണത്തിന് ഈ നവഭൃത്യയുടെ കാര്യം പറഞ്ഞാൽ, ഭൃത്യ എന്ന കീഴാള അവസ്ഥയിൽ നിന്നാണ് കേരളത്തിലെ തൊഴിലാളി സ്ത്രീകൾ, കീഴ്ജാതിക്കാരായ തൊഴിലാളി സ്ത്രീകളെ ഒരു പരിധിവരെയൊക്കെ വിമോചിപ്പിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ തൊഴിൽ സേനയുടെ ഭാഗമാകുന്നു, അവർ കർഷക തൊഴിലാളികളായിട്ടൊക്കെ പ്രവർത്തിക്കുന്നു. പക്ഷേ 1950-കൾ മുതൽ ഈ കേരളത്തിൻ്റെ വർക്ക് ഫോഴ്സിൽ നിന്ന് സംഘടിത വർക്ക് ഫോഴ്സിൽ നിന്ന് സ്ത്രീകളെ നിരുത്സാഹപ്പെടുത്താനുള്ള തരം നയങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അവർക്ക് കൂലി കുറവ് കൊടുക്കുക, പിന്നെ പൊതുവേ ജോലി സ്ഥലങ്ങളിലൊന്നും അവർ പ്രൊട്ടക്റ്റഡ് ആവാതിരിക്കുക, പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ അവർക്ക് വളരെ കൂലി കുറഞ്ഞ ജോലികളിലേക്ക് അവരെ തള്ളി നിൽക്കുക. മാത്രമല്ല അതിനൊക്കെ ഉപരിയായിട്ട് 1980-കളാവുമ്പോഴേക്കും നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളും കൃഷിയും ഇടിഞ്ഞു തുടങ്ങുന്നു. ഇടിയുമ്പോൾ ഏറ്റവും ആദ്യം ജോലി പോകുന്നത് ആരാണെന്ന് വെച്ചാൽ സംഘടിത തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗമായ സ്ത്രീകളാണ്. 1950-കളിലും 60-കളിലും 70-കളിലും ഒക്കെ കുട്ടിക്കാലത്തിലൂടെ കടന്നുപോയ ഒരുപാട് പേര് ഈ സദസ്സിലുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് നമ്മുടെ റോഡിലെ വമ്പൻ തൊഴിലാളി പ്രകടനങ്ങളിൽ അധികവും സ്ത്രീകളായിരുന്നില്ലേ? കൊല്ലം ജില്ലയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് ഓർമ്മയുണ്ട് ഈ വലിയ തൊഴിലാളി സമരങ്ങൾ 1970-കളിലെ വലിയ തൊഴിലാളി സമരങ്ങളിൽ റോഡ് മുഴുവൻ ഈ ചുമന്ന ബ്ലൗസും വെള്ള മുണ്ടും കൊടുത്ത പെണ്ണുങ്ങളാണ്, സ്ത്രീ തൊഴിലാളികളായിരുന്നു. ഈ തൊഴിലാളികളെല്ലാം 80-കളാവുമ്പോൾ പക്ഷേ ഈ തൊഴിലാളികൾക്കാണ് ജോലി നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവർ വീണ്ടും ഒരു അനൗപചാരിക മേഖലയിലേക്ക് തള്ളപ്പെടുകയാണ്. യൂണിയൻ്റെ പ്രൊട്ടക്ഷനൊന്നും ഇല്ലാതെ, യൂണിയൻസിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ. അപ്പോൾ അവരെന്താ ചെയ്യുക? അവർ വീട്ടുജോലിക്കാരാവുകയാണ്. അവർ ഏറ്റവും കുറഞ്ഞ കൂലിയും ഏറ്റവും ഭീകരമായ ചൂഷണവും അനുഭവിക്കേണ്ട തൊഴിൽ മേഖലകളിലേക്ക് അവർ തള്ളപ്പെടുകയാണ്. അപ്പോൾ പഴയ നമ്മുടെ ജന്മഭേദ ജാതി വ്യവസ്ഥയിലെ ഭൃത്യ എന്നുള്ള നിലയിൽ നിന്ന് അല്പം വ്യത്യാസം വന്നു എന്ന് 20-ാം നൂറ്റാണ്ടിൽ തോന്നിയെങ്കിൽ 80-കളാവുമ്പോഴും വീണ്ടും അവർ ആ അവസ്ഥയിലേക്ക് തള്ളി മാറ്റപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ നവഭൃത്യ എന്ന പദം അവിടെ. നമുക്ക് ഓഡിയൻസിലേക്കുള്ള സമയമാണ്. ഓഡിയൻസ് ആരും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി ചോദിച്ച് ഞാൻ ഈ സെഷൻ സമയ പ്രശ്നം കൊണ്ട് നമ്മളെ കേരളീയ കുടുംബത്തെ അല്ലെങ്കിൽ ഗാർഹസ്ഥ്യത്തെ സംബന്ധിച്ച സ്ത്രീ ജീവിതത്തെ സംബന്ധിച്ച നോട്ടങ്ങളിലെല്ലാം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള നോട്ടത്തിനകത്ത് നിന്നാണ് ആ കുടുംബത്തെ പല രീതിയിൽ ജനാധിപത്യവൽക്കരിക്കേണ്ടതുണ്ട് എന്നും ആ ജനാധിപത്യവൽക്കരണമൊക്കെ ഉണ്ടായിത്തീരുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ
പല ഇടങ്ങളിലേക്കും നാം സമരം ചെയ്ത് പുതുക്കിപ്പണിത അതിൽ നിന്നൊക്കെ പിൻവാങ്ങി പഴയ ബ്രാഹ്മണിക് മൂല്യബോധങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകുന്ന, അത് അഭിമാനപൂർവ്വം സ്വീകരിക്കുന്ന ഒരു പെൺജീവിതം കൂടി തുടരുന്നുണ്ട് എന്നൊക്കെ ദേവിക പറഞ്ഞു വെക്കുമ്പോഴും എങ്ങനെയാണ് ദേവികയുടെ നോട്ടത്തിൽ ഒരു ഏറ്റവും ആധുനികമായ ഒരു കുടുംബത്തെ ഭാവന ചെയ്യുന്നത് എന്നുകൂടി സംസാരിച്ചാൽ? തീർച്ചയായിട്ടും ആ തിരിച്ചുപോക്കെന്നല്ല അതിന് പറയേണ്ടത്. ഇനി തിരിച്ചുപോകുന്നു എന്ന് പറയുമ്പോൾ നമ്മളെന്തോ വളരെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ തിരിച്ചു പോകുന്നു എന്നുള്ളൊരു ഭാവമാണ്. അതല്ല ശരിക്കും. ചില നിലനിൽക്കുന്ന ചില പ്രവണതകൾ കുറെ കൂടെ രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുലസ്ത്രീ എന്നുള്ളൊരു വാക്കുണ്ടാക്കിയപ്പോൾ എനിക്കറിയാം, എൻ്റെയൊക്കെ ബന്ധുക്കളിൽ നിന്ന് തന്നെ എനിക്ക് എന്തുമാതിരി ചീത്ത കിട്ടിയതാണ്. ആ വാക്കുപയോഗം, അങ്ങനെ ഒരു വാക്കുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത്തരത്തിലൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും ഈ എന്താണ് ഈ കുലസ്ത്രീ എന്ന് ചോദിച്ചാൽ പലർക്കും നവോത്ഥാന മഹിള അല്ല കുലസ്ത്രീ. നവോത്ഥാന മഹിള വേറൊരു സങ്കല്പമാണ്. പക്ഷേ ഈ കുലസ്ത്രീ, ഇപ്പം നിങ്ങൾ ഈ അടുത്ത കാലത്ത് ആ ഗ്രീഷ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ ചൊല്ലിയുള്ള ചർച്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ശരിക്കും ഒരു അഭിമാന കൊലയാണ്. ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് അക്മലി ഇവിടെ കാണണം, ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു അതിനെപ്പറ്റി. അപ്പോൾ ശരിക്കും അതൊരു അഭിമാന കൊല തന്നെയാണ്. ശരിക്കും ഈ പറഞ്ഞ് മരിച്ചുപോയ പയ്യൻ ഒരു കീഴ്ജാതിക്കാരനാണ്. നായർ നാടാർ ടെൻഷൻ എന്താണെന്ന് കന്യാകുമാരി ജില്ലക്കാർക്കോ, ഞാൻ അവിടുന്ന് വരുന്ന ഒരാളാണ്, കന്യാകുമാരി ജില്ലക്കാർക്ക് നന്നായിട്ട് അറിയാം എന്താണ് അവിടുത്തെ ആ ടെൻഷൻ എന്നുള്ളത്. സ്വന്തം ജാതിയിൽ നിന്ന് തന്നെ ഒരു വരൻ ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഈ കൊല്ലുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന് ഒരുതരം ഇൻഫ്രാ അഭിമാനക്കൊലയാണ്. പുറമേ അല്ല, പക്ഷേ ഒരു ഇൻഫ്രാ ലെവലിൽ അത് ഒരു അഭിമാനക്കൊല തന്നെയാണ്. അപ്പോൾ സ്വന്തം ജാതിക്കകത്ത് ഒരു സ്ത്രീ എൻഡോഗാമി എന്ന് പറയുന്നത്, അതായത് സജാതീയ വിവാഹം നമ്മുടെ എല്ലാ പുതിയ ജാതികളുടെയും അടിസ്ഥാനമായിട്ട് നിലനിൽക്കുകയും സജാതീയ വിവാഹത്തിലൂടെ ആണ് ഈ സ്ത്രീക്ക് സാമൂഹ്യ മാന്യതയും സാമൂഹ്യ സുരക്ഷയും സകലതും കിട്ടുകയും ചെയ്യുന്നത്. ആ കിട്ടാവുന്ന സംഗതികളെ നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ആ ഒരു പരിശ്രമം കൊന്നിട്ടാണെങ്കിലും വേണ്ടിയില്ല. അപ്പോൾ ഞാൻ പറയുന്നു, അതുകൊണ്ട് ഈ പറയുന്ന അവസ്ഥ അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് പുറത്തൊരു അവസ്ഥ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, ഒന്നാമത് സ്വതന്ത്രമായ വരുമാനം സ്ത്രീകൾക്കുണ്ടാവുന്ന തരത്തിൽ ജോലികൾ ഉണ്ടായാൽ മാത്രമേ, കാരണം ലോകത്ത് എവിടെ നോക്കിയാലും എവിടെയാണ് ഒരു ലിംഗജനാധിപത്യം, സാമൂഹ്യം ലിംഗബന്ധങ്ങളുടെ തലത്തിൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് വലിയ തോതിൽ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുമാനദായകങ്ങളായ തൊഴിലുകളിൽ ഏർപ്പെടാൻ പറ്റുമ്പോഴാണ്. അപ്പോൾ മാത്രമാണ് അവർക്ക് വേറൊരു ലോകം കിട്ടുന്നത്. ഇപ്പം ഈ ഭർത്താവിൻ്റെ വരുമാനം ഉപയോഗിച്ച് മാന്യകളായി ചമഞ്ഞിരിക്കുക എന്നുള്ളതിൽ ഉപരിയായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, വേറെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അത്തരത്തിൽ ഒരു താങ്ങ് ആവശ്യമില്ല എന്ന് കോൺവിൻസ്ഡ് ആവണമെങ്കിൽ തന്നെ അതൊക്കെ വേണം. അതൊന്നുമില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് സ്വന്തമായി ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് പാർക്കാൻ, അതായത് ബന്ധുക്കളുടെ ഒക്കെ സാമീപ്യമില്ലാതെ തന്നെത്താനെ ഒരു ഗാർഹസ്ഥ്യം, ഈ ഗാർഹസ്ഥ്യം എന്ന് പറയുന്നതുണ്ടല്ലോ, വളരെ ഇസ്തറ്റിക്കായ ഒരു ആക്ടിവിറ്റി ആക്കാൻ വേണമെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ആക്ടിവിറ്റി ആക്കാം. നിങ്ങൾ തന്നെത്താനെ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത് എങ്ങനെ ഇരിക്കണം, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ വീട്ടിൻ്റെ താളം എന്തായിരിക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ വേണമെങ്കിൽ അത് ഭയങ്കര പ്ലഷർ തരുന്ന, ഭയങ്കര സന്തോഷം, ആനന്ദം ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിറ്റി ആക്കാം. അങ്ങനെ ചെയ്യാൻ പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ സജാതീയ വിവാഹം അടക്കമുള്ള കുരുക്കുകൾ നിറഞ്ഞ ഈ സാമൂഹ്യ സുരക്ഷ എന്ന ആ ഒരു മരീചികയ്ക്കപ്പുറം പോകാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ്. ഇതിൽ കൂടുതൽ പറയാൻ സമയമില്ല, അതുകൊണ്ട് നിർത്തുന്നു. നമുക്ക് അനുവദിക്കപ്പെട്ട സമയം 30 മിനിറ്റാണ്. ആ 30 മിനിറ്റ് പൂർണ്ണമായി ഉപയോഗിച്ചു. തീർച്ചയായും സമകാലിക കേരളത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുന്നതിനും അതിൽ സവിശേഷമായി സ്ത്രീ ജീവിതത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിനും ഭാവി ജീവിതത്തെ കൂടുതൽ ആഹ്ലാദപൂർണ്ണമാക്കുന്നതിനും വേണ്ടിയുള്ള എഴുത്തുകളാണ് തീർച്ചയായും ദേവികയുടെ സത്യവാദിനിയും സ്വാതന്ത്ര്യവാദിനിയും എന്ന ഈ 412 പേജ് പുസ്തകത്തിൽ മുഴുവൻ ഉള്ളടങ്ങിയിരിക്കുന്നത്. ഈ വൈവിധ്യപൂർണമായ ഈ പുസ്തകം നിങ്ങളുടെ ഭാവി വായനയിൽ ഉണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി ജെ ദേവിക, വി കെ ജോബിഷ്.